തറാവീഹ് നിസ്കരിക്കുമ്പോൾ ആ ഇമാമിനെ തുടർന്ന് സുബ്ഹി ഖളാ വീട്ടാൻ പറ്റുമോ? 20 റക്അത്ത് തറാവീഹ് ആ ജമാഅത്തിൽ പങ്കെടുത്താൽ 10 സുബ്ഹി ഖളാ കൂടി കിട്ടും എന്നൊരു വീഡിയോ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ ഈ സംശയം ചോദിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ തറാവീഹിന്റെ കൂടെ സുബ്ഹി ഖളാ വീട്ടുന്ന നിയ്യത്ത് വെച്ചാൽ ഓരോ സുബ്ഹിയും കിട്ടും, തറാവീഹും കിട്ടും. അത് ശുദ്ധ അബദ്ധമാണ്. അവിടെ തറാവീഹിന്റെ നിയ്യത്താണ് വെക്കുന്നത് എങ്കിൽ തറാവീഹ് കിട്ടും. സുബ്ഹി ഖളാ വീട്ടുന്ന നിയ്യത്ത് വെച്ചാൽ ഖളാ വീടുക മാത്രമാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതും നല്ലതല്ല. കാരണം സുന്നത്ത് നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്ന് ഫർള് ഖളാ വീട്ടുക എന്നത് സുന്നത്തിന് എതിരായ രൂപമാണ്. അല്ലാതെ തറാവീഹിന്റെയും സുബ്ഹിയുടെയും നിയ്യത്ത് ഒന്നിച്ചു വെക്കാൻ ഒരിക്കലും പറ്റില്ല. വെച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം ശരിയാവില്ല. തഹിയ്യത്ത് നിസ്കാരം പോലോത്തവ മറ്റു നിസ്കാരത്തിന്റെ കൂടെ ചേർത്ത് നിസ്കരിക്കാമെങ്കിൽ തറാവീഹ് ഒരിക്കലും അങ്ങനെ പറ്റില്ല. ഗ്രന്ഥങ്ങളിൽ അത് വ്യക്തമാണ്.